ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് രാവിലെ തന്നെ നമ്മളെല്ലാവരും കൂടി എങ്ങോട്ടാണ് പോയെന്ന് ചോദിച്ചാൽ അത് ഇതിൻ്റെ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവുന്നതാണ്. നമ്മൾ ഇന്ന് നമ്മുടെ ആയുധങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിന്ന് പോയേക്കുന്നത് മീൻ പിടിക്കാനാണ്. അപ്പോൾ മീൻ പിടിക്കാൻ പോയപ്പോൾ നമ്മളെ കൂടെ നമ്മുടെ അൽ ഷെയ്ഖായ അപ്പുക്കുട്ടൻ ഉണ്ടായിരുന്നു. അപ്പം അൽ ഷെയ്ഖായ അപ്പുക്കുട്ടൻ ഒരു വലിയ മീൻപിടുത്തക്കാരനാണ് ഗൈസ്. ഞാനത് അറിയുന്നത് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഒരു ഗുണമുണ്ട്, നമുക്ക് ഇഷ്ടം പോലെ മീൻ കഴിക്കാം. ഡെയിലി ഇഷ്ടം പോലെ മീൻ കഴിക്കാം. ഇപ്പം ലീവ് ആയതുകൊണ്ട് ഇതൊരു ഹോബിയാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പം നല്ല രസമായിരുന്നു. എനിക്ക് വെയിൽ താങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സേഫ്റ്റി നോക്കാൻ വേണ്ടി ഷോളും ഈ വലിയൊരു കാലം കൂടെയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഈ വെയിലത്ത് ഭയങ്കര വെയിലായിരുന്നു, രക്ഷയുണ്ടായിരുന്നില്ല. സാധാരണ മഴക്കാറങ്ങം കാണാമായിരുന്നു, ഇത്തവണ മഴക്കാറും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് നിന്ന് അടിപൊളിയായിട്ട് മീൻ പിടിക്കാൻ പറ്റി. അപ്പോൾ ഇത് എവിടെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കോട്ടയംകാരാണെങ്കിൽ ഈ സ്ഥലം അറിയാൻ പറ്റും. അതെവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഒന്നും പറയാനില്ല, നല്ല വെയിലായതുകൊണ്ട് ഞാനും എൻ്റെ കൂടെ ഉണ്ടായ ഒരു ചേച്ചിയും അവിടെ ഇരുന്നു. പിന്നെ വേറൊരു ചേച്ചി ഉണ്ടായിരുന്നു, ആളും കൂടെ ഒരുമിച്ച് ഇവരുടെ കൂടെ നിന്ന് മീൻ പിടിക്കായിരുന്നു. പിന്നെ ഞാനും മീൻകാരൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോയി. നമ്മളെ മീൻകാരൻ ഹംസ നമ്മളെ കൂടെ ഉണ്ട്. അപ്പോൾ ആളെയും കൂട്ടി ആയുധങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോവാം. ആക്ച്വലി ഈ സ്ഥലം കാണുമ്പോൾ എനിക്ക് നമ്മുടെ ചാന്തുപോട്ട് സിനിമ ഓർമ്മ വരുന്നത്. പിന്നെ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അവർ കരുതി ഞാനത് വലിയ യൂട്യൂബറാണ്, എനിക്കൊരു ലൈക്കൊക്കെ തരുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പോയി. അപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു ആക്ച്വലി ഇതിനെ കൂടുതൽ കാണാനും അറിയാനൊക്കെ. അപ്പോൾ ഏട്ടൻ എന്നോട് പറഞ്ഞത് വീഡിയോ എടുത്തോളൂ, നോക്കിക്കോ, ചിലപ്പം നന്നായിരിക്കും, ഒരുപാട് ആൾക്കാരുടെ ലൈഫ് എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കേൾക്കാം എന്നൊക്കെ. അങ്ങനെ നമ്മൾ അങ്ങനെ പോയതാണ്. അപ്പോൾ അവിടെ പോയി അവരവരെ ആയുധങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അവർ മീൻ പിടിക്കാണ്ട് റെഡിയിലായിരുന്നു. ഏട്ടൻ്റെ 2 മുതൽ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇവരൊക്കെ വലിയ മീൻപിടുത്തക്കാരാണ് കേട്ടോ. ഞാനൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ മത്തി അതിലേക്ക് കിട്ടും, പക്ഷേ ഇവരൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വലിയ ഷാർക്കിനെ വരെ കിട്ടും ഗൈസ്. അങ്ങനെ നമ്മൾ പോയി. അപ്പോൾ നോക്കുമ്പം നേരെ കണ്ടത് ഇതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുടെ ലൈഫ് സ്റ്റൈലാണ്. ആക്ച്വലി നമ്മളൊക്കെ എത്ര ദൂരത്ത് നിന്ന് ഇഷ്ടം പോലെ മീനുകൾ കഴിക്കുമ്പോഴും നമ്മൾ ഓർക്കുന്നില്ല അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് എത്രയാണെന്ന്. അപ്പോൾ ഇവിടെ ഞാൻ ഇന്നൊരു ദിവസം മൊത്തം കണ്ടിരിക്കുന്നത് ഇവരുടെ ഹാർഡ് വർക്കാണ്, ഒരു ഫിഷർമാൻ്റെ ഹാർഡ് വർക്കാണ്. അപ്പോൾ ഇവർക്ക് നമ്മളോട് എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് ഇവർ പറയുന്നത് നമുക്ക് എന്താണെന്ന് കേൾക്കാം. ഇവരുടെ ലൈഫ് സ്റ്റൈലും ഇവർ അനുഭവിക്കുന്ന വിഷമങ്ങളൊക്കെ ഇവർ നമ്മളോട് ചുരുക്കി പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് കേട്ടോക്ക്. എത്രമാത്രം കറക്റ്റ് ആവും എന്ന് എനിക്കറിയില്ല. തൊരയുടെ സൗണ്ട് ഇപ്പൊ മഴയത്തൊക്കെ കഷ്ടമായിരിക്കൂലേ? കടലൊക്കെ ഇളകി കഴിയുമ്പോൾ പടിഞ്ഞാറ് മീനൊക്കെ ഇളകി പിന്നെ ട്രോളിംഗ് അല്ലേ, എല്ലാം കയറിയില്ല. ഇവിടുന്നല്ലേ മീനിനൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന? ഇവിടുന്ന് കൊച്ചി പല വാട്ടിൽ നിന്നൊക്കെ ഉണ്ട്. ചെറിയ ഹാർബറിന്ന് നിലയിൽ ഇവിടുന്ന് മീൻ കിട്ടുന്നു. നമുക്ക് തലശ്ശേരിയിൽ അങ്ങനെയുള്ള കായൽ മീൻ കുറവാ. ഇല്ല, കടൽ മീനാ കൂടുതൽ. ഇന്ന് ഇനിയിപ്പോൾ അവധിയല്ലേ? നേരത്തെ പോണ്ടേ? രാവിലെ പുലർച്ചെ പോണ്ടേ? കടലിളകി വന്നതില്ല. അതെ, ബുദ്ധിമുട്ടാണ് മനുഷ്യന്. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ദിവസമൊക്കെ ഇപ്പം ഇന്ന് രാവിലെ എടുത്തുകൊണ്ട് വരുന്ന മീൻ നാളെ രാവിലെ കുഴപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് അതിൻ്റെ ഒരു മീനിൻ്റെ പച്ചപ്പ് മാറുന്നത് കിട്ടണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ മീനിൻ്റെ തലക്ക് മറ്റേ ഈ കളർ വീഴുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാം. ന്യൂമോണിയ പോലെയുള്ള രോഗങ്ങൾ വരും. പഴകിയ സാധനമാണ് ആകുമ്പോഴാണ് ആ കളർ വീഴുന്നത്. കൂടുതലും ചെല്ലാനം പച്ചമീനെന്നും പറഞ്ഞാണ് നിങ്ങൾ ബോർഡ് കണ്ടുണ്ട്. ചെല്ലാനം പച്ചമീൻ കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ചെല്ലാനം പച്ചമീനെന്നും പറഞ്ഞ് കൊടുക്കണമെന്ന് ഈ മീനൊന്നും അല്ല. വേറെ ഇവിടെ കിട്ടുന്നത് ചാള, കൊഴുവ, ചെമ്മീൻ, വലിയ മീനുകൾ, തിരണ്ടി, കുറുക്, സ്രാവ്, ഇതൊന്നും ഇവിടെ കിട്ടാറില്ല. പടിഞ്ഞാറ്
അതിലിപ്പോൾ പോകുന്ന വ്യക്തികളുടെ മേടിച്ചു പോകുന്ന അവിടെ സ്റ്റോക്ക് ചെയ്തിട്ട് അത് സ്ഥലത്തിലേക്ക് വെച്ചേക്കുന്ന സാധനങ്ങൾ അത് ഇങ്ങനെ പീസാക്കി കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് ഇതിൻ്റെ ഇത് അറിയാൻ പറ്റില്ല. ഒരു നമ്മൾ ഇത്രയുള്ള സാധനം മേടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റില്ല. അത് ഒന്നായിട്ടല്ലേ മേടിക്കുള്ളൂ. ഇത്രയുള്ള ഒന്നായിട്ട് അത് മേടിക്കും. വലിയ മത്സ്യം അങ്ങനെയല്ല, പീസാക്കി കാണുമ്പോൾ നമ്മൾ വാങ്ങി പോകും അല്ലേ? നല്ലൊരു പ്രത്യേകത. നാളെ രാവിലെ ഒരു 8 മണിയോടുകൂടി വരുമെങ്കിൽ ഇവിടുത്തെ ചരിത്രം എല്ലാം കാണുകയും ചെയ്യാം, വീഡിയോ എടുക്കും, കണ്ട് കേട്ട് പോവുകയും ചെയ്യാം, മീനൊക്കെ മേടിച്ച് പോകാൻ എന്താണ് വിലയും കാര്യങ്ങളൊക്കെ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ ഇവർ പറയുന്നതൊക്കെ? നിങ്ങൾ മീനൊക്കെ വാങ്ങുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കുക. ഐസിട്ട മീനൊക്കെ ഒരുപാട് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാതിരിക്കുക. അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫ് കേൾക്കുമ്പോൾ നമുക്ക് എത്രമാത്രം സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. പിന്നെ ഞാനും ഏട്ടനും കൂടെ ഒരുമിച്ച് മീൻ പിടിക്കാനായി. ആക്ച്വലി എനിക്കിഷ്ടമാണ്, പക്ഷേ ഞാൻ കുളിക്കുക മീൻ വരുമോ എന്നുള്ള ഡൗട്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു ലക്കിൻ്റെ പുറത്ത് നോക്കി. പക്ഷേ കൈസ് എന്താണെന്നറിയില്ല, ഞാൻ ചൂണ്ടയിട്ടപ്പോൾ മീൻ അതിൽ പിടിങ്ങിയില്ല. പിന്നെ കുറച്ച് നേരം ഷോ കാണിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ ബാക്കിൽ എൻ്റെ അബൂബക്കറുണ്ട്. അബൂബക്കർ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാണുന്നില്ലേ ഗൈസ്? അപ്പം നമുക്ക് മീനൊന്നും കിട്ടിയില്ല ഗൈസ്. അപ്പം ഒന്നുമില്ല, അടിപൊളിയായിരുന്നു ഇന്നത്തെ ദിവസം. മൊത്തത്തിൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം ഈ പറഞ്ഞ ചെല്ലാനം ഹാർബർ അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ്. അവർ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കേൾക്കാം. അവരുടെ ഓരോ ടോക്കിലും അവരുടെ കംപ്ലീറ്റ് ലൈഫും അവരുടെ ഡേയിൽ എത്രമാത്രം സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫ് എങ്ങനെ അവർ കൊണ്ടുപോകുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല, ചില കാര്യങ്ങളൊക്കെ പേഴ്സണലായിട്ട് തോന്നി. സോ അതുകൊണ്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എവറിത്തിങ് വാസ് ഗുഡ് ആൻഡ് ലൈക്ക് ഹാർട്ട് ടച്ചിങ്. അപ്പം ശരിക്കും അവർ എൻ്റെ അടുത്ത് പിറ്റേന്ന് രാവിലെ 8 മണിക്ക് വരാൻ പറഞ്ഞു. ഒരു ഫിഷർമാൻ്റെ ശരിയായ ലൈഫ് കാണണമെങ്കിൽ ഒരു മോർണിംഗ് 8 o'clock മാം വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നോട് പറഞ്ഞു. പക്ഷെ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാത്തൊരു അവസ്ഥയായതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ആ ഒരു ഡേ നന്നായിട്ട് എല്ലാവരുടെയും കൂടി ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. വലിയ യൂട്യൂബറും വലിയ ഇൻഫ്ലുവൻസറൊന്നും അല്ലെങ്കിലും ഇതുപോലെയുള്ള കൊച്ചു കൊച്ചു വീഡിയോ എടുത്തിടുമ്പോൾ എന്തൊരു സന്തോഷമുണ്ട്. പിന്നെ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ഇടാൻ ഞാൻ ശ്രമിക്കും. ഇതുപോലെയുള്ള ആൾക്കാരിലേക്ക് എനിക്ക് ഇനിയും എത്തിച്ചേരണമെന്നുണ്ട്, അവരുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ട്. അപ്പോൾ മീൻ പിടുത്തം നമുക്കൊരു ഹോബിയാക്കി മാറ്റിയേക്കാണ് എൻ്റെ ഏട്ടൻ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും ഇങ്ങനെ ജസ്റ്റ് മീൻ പിടിക്കാൻ അറിയുന്ന ആളെപ്പോലെ വലിയ കാര്യം പോലെ കാണിക്കും. അപ്പോൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു റൂട്ട് നമ്മുടെ കടലിലേക്ക് ഇറക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയായിരുന്നു. ആക്ച്വലി ഞാൻ ഇത് ആദ്യമായിട്ട് കാണാം. നമ്മൾ സിനിമയിലൊക്കെ ചാന്തുകൊട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ആ ഒരു വൈബായിരുന്നു ഇവിടെ. അപ്പോൾ ഞാനിങ്ങനെ ചാന്തുകൊട്ടിൽ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടം പോലെ പാട്ടുകളായിരുന്നു അവിടെ. അതായത് എന്താ പറയുക, ഓരോ ഷിപ്പിൻ്റെയും ഓരോ ബോട്ടിൻ്റെയും പേര് കേൾക്കണമായിരുന്നു. അരയെത്തി, തുറച്ചെത്തി, മൊഞ്ചെത്തി, റൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ നല്ല നല്ല പാട്ടായിരുന്നു, പേരായിരുന്നു ഗൈസ്. അപ്പോൾ ഈ റൂത്തിനെ നമ്മൾ വെള്ളത്തിലിറക്കുന്ന ആ ഒരു ചടങ്ങാണ് നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനതിന് ഇരുന്ന് നോക്കുമായിരുന്നു. ഒരുപാട് ചടപ്പുള്ള പരിപാടിയാണ് കേട്ടോ ഇതിനെയൊക്കെ വെള്ളത്തിലിറക്കുക. അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ സമ്മതിക്കണം. ആക്ച്വലി നല്ല ആരോഗ്യവും നല്ല ആയുസ്സും ദൈവം എല്ലാവർക്കും കൊടുക്കട്ടെ, അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയേക്കുന്നത് അങ്ങനെ നമ്മൾ അങ്ങനെ ലാസ്റ്റ് വന്നേക്കുന്ന ഒരു ബീച്ചിലാണ്. അവിടെ കുറേ കാഴ്ചകളൊക്കെ കണ്ട്, കുറേ പട്ടം പറത്തുന്ന സീനൊക്കെ കണ്ട്, കുറേ ആൾക്കാരെയൊക്കെ കണ്ട് കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത്, പിന്നെ അത്യാവശ്യം കുറച്ച് ചായയും ബജ്ജിയും മുളക് ബജ്ജിയൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ ക്ലോസ് ചെയ്തു. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ബൈ.